കിളിമാനൂരിൽ ഇന്ധനവുമായി മറിഞ്ഞ ടാങ്കർ ഇതുവരെയും ഉയർത്താനായില്ല. ലോറി ഉയർത്താൻ ശേഷിയുള്ള ക്രെയിൻ സ്ഥലത്തെത്തിച്ചു. ലോറിയിൽ നിന്നും ഇന്ധനം പമ്പ് ചെയ്ത് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചു. നാളെ പുലർച്ചെയോടെ ടാങ്കർ ഉയർത്തി മാറ്റാനാകുമെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നു. റിനു ശ്രീധറാണ് വിവരങ്ങളുമായി ചേരുന്നത്. റിനു, നിലവിൽ എന്താണ് ഈ ദൗത്യത്തിന് പ്രതിസന്ധി? ഇന്ന് പുലർച്ചെയാണ് ഈ ടാങ്കർ മറിഞ്ഞിട്ടുള്ളത്. എന്താണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്? ഇന്ന് പുലർച്ചെ 2 മണിയോട് കൂടിയാണ് തട്ടത്തുമലയിൽ കിളിമാനൂരിൽ MC റോഡിലെ തട്ടത്തുമല ജംഗ്ഷനിൽ വെച്ച് നിയന്ത്രണം വിട്ട പെട്രോൾ ടാങ്കർ കുഴിയിലേക്ക് 15 അടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞത്. ആ സമയം മുതൽ രക്ഷാദൗത്യം നടക്കുകയാണ്. പ്രദേശത്താകെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. തോട്ടിലൂടെ ഇന്ധനം ഒഴുകി വന്നതിനാൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തന്നെ മൈക്ക് അനൗൺസ്മെന്റ് ഉൾപ്പെടെ നടത്തി കൃത്യമായി ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ സംഭവ സ്ഥലത്ത് എത്തിച്ച ക്രെയിനുകൾ ഉപയോഗിച്ച് ഈ ടാങ്കർ ഉയർത്തി മാറ്റാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഈ ടാങ്കർ ലോറിയിലെ ഇന്ധനം മറ്റൊരു ടാങ്കർ ലോറിയിലേക്ക് മാറ്റിയതിനു ശേഷം മാത്രമേ ഇത് ഉയർത്തുവാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഏകദേശം 50 ടണ്ണോളം ഭാരമുണ്ട് ഇതിന്. അതുകൊണ്ട് തന്നെ പ്രത്യേകം ക്രമീകരിച്ച ട്രെയിൻ എത്തിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അല്പസമയം മുമ്പാണ് കൊല്ലത്ത് നിന്ന് പ്രത്യേകം ഈ ലോറി ഉയർത്തി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രെയിൻ എത്തിച്ചത്. അതിനുശേഷം മാത്രമായിരുന്നു ഈ ഇന്ധനം, ഈ മറിഞ്ഞ ലോറിയിൽ നിന്ന് ഇന്ധനം മറ്റൊരു ടാങ്കർ ലോറിയിലേക്ക് മാറ്റുന്ന നടപടിക്രമങ്ങൾ നടന്നത്. ഏകദേശം 5 മണിക്കൂറോളം എടുക്കുമെന്നുള്ളതാണ്. ഈ ഇന്ധനം മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റുന്നതിന് പമ്പ് ചെയ്ത് 5 മണിക്കൂറോളം സമയമെടുക്കുമെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ആ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പുലർച്ചയോടുകൂടി ഈ ടാങ്കർ ലോറി ഈ കുഴിയിൽ നിന്ന് ഉയർത്തി റോഡിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർക്കുള്ളത്. ബിനിൽ, റിനു, വളരെ പ്രധാനപ്പെട്ട കാര്യം, പുലർച്ചെയാകുമെന്ന് പറയുമ്പോൾ ഇന്ധനം ഇപ്പോൾ മാറ്റുന്ന നടപടികൾ ആരംഭിച്ചു എന്ന് റിനു വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെയുള്ള വീട്ടുകാരെ ഒപ്പം പ്രദേശത്തുള്ള കടകൾ ഉൾപ്പെടെ ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോൾ ഇത് പൂർണ്ണമായി മാറ്റിക്കഴിയാനാകും എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും പറയുന്നത്? ഇതിന് കൃത്യമായിട്ടുള്ളൊരു വിവരം അല്ലെങ്കിൽ ഇതെപ്പോ ഈ ഒരു മിഷൻ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളത് ഉദ്യോഗസ്ഥർക്കും ഒരു നിശ്ചയമില്ല എന്നുള്ളതാണ്. കാരണം ഇന്ന് വൈകുന്നേരവും നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കൃത്യമായി തന്നെ ചോദിക്കുമ്പോൾ അവർക്കൊരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകം ക്രമീകരിച്ച ഏകദേശം 120 ടൺ ഭാരം വലിച്ച് ഉയർത്തിയെടുക്കുവാനുള്ള ശേഷിയുള്ള ക്രെയിൻ വേണമായിരുന്നു. അത് നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ കൊല്ലം ജില്ലയിൽ നിന്നാണ് ഇത് കൊണ്ടുവരാൻ വേണ്ടി ക്രമീകരിച്ചത്. സമയം മുമ്പ് അത് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ മറിഞ്ഞു കിടക്കുന്ന ടാങ്കർ ലോറിയിൽ നിന്ന് പമ്പ് ചെയ്ത് മറ്റൊരു ടാങ്കർ ലോറിയിലേക്ക് ഇത് മാറ്റേണ്ടതായിട്ടുണ്ട്. അതിന് മണിക്കൂറുകൾ വേണ്ടിവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം പെട്രോളും ഡീസലും 2 അറകളിലായി സൂക്ഷിച്ചിരിക്കുന്ന ലോറിയാണ്. ഇത് 2 ലോറികളിലായിട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഈ ടാങ്കർ ലോറി ഉയർത്തുവാനുള്ള അതിനുശേഷം ഈ പമ്പ് ചെയ്തതിനു ശേഷം ടാങ്കർ ലോറി ഉയർത്തു മാറ്റുവാനുള്ള ശ്രമമാണ്. അത് പുലർച്ചയോടുകൂടി ആരംഭിക്കുമെന്നും പുലർച്ചയോടുകൂടി തന്നെ ഈ ലോറി ഉയർത്തി റോഡിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് ഈ ടാങ്കറിൽ നിന്ന് മറ്റൊരു ടാങ്കറിലേക്ക് ഇന്ധനം മാറ്റുന്ന നടപടികളാണ്. പലപ്പോഴും അത്തരം നടപടികൾക്കിടയിലാണ് അപകടങ്ങൾ കാര്യമായ രീതിയിൽ ഉണ്ടാകാറുള്ളത്. ഇപ്പോൾ എത്രത്തോളം സുരക്ഷിതമായിട്ടാണ് ഈ ഇന്ധനം മാറ്റാൻ ആകുന്നത്? ഒരു ആശങ്ക അവസാനിച്ചു എന്ന് നമുക്ക് പറയാനാകുമോ? ആശങ്ക നിലവിൽ അപകട സാധ്യതകൾ തന്നെ അവസാനിച്ചു. കാരണം ഇത് മറിഞ്ഞ സ്ഥലത്ത് 2 വീടുകൾ മാത്രമാണുള്ളത്. 1-2 കടകളും പ്രദേശത്തുണ്ട്. ഈ കടകൾ രാവിലെ മുതൽ തന്നെ ഹോട്ടലുകളാണ്. അതുകൊണ്ട് തന്നെ ഈ കടകൾ രാവിലെ മുതൽ തന്നെ അടച്ചിടാനുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. വീട്ടിലുള്ളവരോട് ഒരു കാരണവശാലും തീ ഉൾപ്പെടെയുള്ള കത്തിക്കരുതെന്നുള്ള നിർദ്ദേശം. ഒപ്പം ഈ ടാങ്കർ മറിഞ്ഞത് ചെറിയൊരു കനാൽ തോട്ടിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഇന്ധനം ഈ തോട് വഴി വിവിധ പ്രദേശങ്ങളിലേക്ക് എത്തി. അതുകൊണ്ട് തന്നെ ആ വെള്ളം ഉപയോഗിക്കരുതെന്ന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മൈക്ക് അനൗൺസ് ഉൾപ്പെടെ നടത്തിയിരുന്നു. ഇപ്പോൾ നിലവിൽ ഇതൊരു ഗ്യാസോ അങ്ങനെ ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ സ്പ്രെഡ് ചെയ്തില്ല. അന്തരീക്ഷത്തിൽ ഇതില്ല എന്നുള്ളതാണ്. മഴ പ്രതികൂലമായി നിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ ഇന്ധനം തോട്ടിലേക്കാണ് കലർന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അപകട സാധ്യത ഇല്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഓക്കെ, വളരെ നന്ദി. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്.